ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ചില ദിവസങ്ങളിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര എനർജി ആയിരിക്കും. അതായത് ഇന്ന് എഴുന്നേറ്റിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണം, അതായത് പറ്റുമെങ്കിൽ എല്ലാം കൂടെ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തോന്നുന്ന ഒരു തരം എനർജി ഉണ്ടല്ലോ. ഇന്ന് അങ്ങനത്തെ ഒരു എനർജിയോട് കൂടി എഴുന്നേറ്റ ദിവസമാണ്. നമ്മുടെ ഇവിടെ വീടിൻ്റെ സൈഡിലായിട്ട് ഞാൻ ഒരു കർട്ടൻ ക്രീപ്പർ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മാസമായിട്ടുണ്ടാവും വെച്ചിട്ട്. പക്ഷെ അതൊരു കുറച്ച് സ്ലോ ഗ്രോത്ത് ആണ്. ഇവിടെ നമ്മുടെ വീടിനോട് ചേർന്നുള്ള പറമ്പിൽ ഇത് നിറയെ നിൽപ്പുണ്ട് കേട്ടോ. അവിടുത്തെ വെറുതെ കാട് പോലെ അങ്ങ് വളർന്നു പോവാണ്. അവിടെ നിന്ന് ഒരു കഷ്ണം എടുത്ത് ഇവിടെ കൊണ്ടുവച്ച് പിടിപ്പിക്കാൻ നോക്കിയിട്ടത് വേണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ച് എന്തായാലും ഇപ്പം വീടിൻ്റെ ഹൈറ്റിൽ വരെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റെയർ ഇല്ലാത്തത് കൊണ്ട് ഇതിനെ മുകളിൽ വെച്ചിട്ട് വളർത്തി താഴോട്ടിട്ടില്ല നടക്കില്ല, കാരണം വെള്ളം നനയ്ക്കലൊക്കെ പാടാണ്. അതുകൊണ്ടാണ് ഞാനിതിപ്പം നിലത്ത് തന്നെ വെച്ചിട്ട് ഇതിനെ മുകളിലേക്ക് പടർത്തി കയറ്റിയിരിക്കുകയാണ്. അപ്പോൾ കുറേ ദിവസം കൊണ്ട് വിചാരിക്കുന്നു ഇതിനിങ്ങനെ താഴോട്ട് ഹാങ് ചെയ്യത്തക്ക രീതിയിൽ നമ്മൾ എന്തെങ്കിലും കെട്ടിക്കൊടുത്തെങ്കിൽ മാത്രമേ അത് താഴോട്ട് വളരത്തുള്ളൂ. ഇന്നങ്ങനെ അതിൻ്റെ പരിപാടി തുടങ്ങാമെന്ന് വിചാരിച്ചു. ആദ്യം തന്നെ അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ എന്തായിരിക്കുന്നു, പുഴു. ഇപ്പോൾ ഈ കളർ പുഴുവിൻ്റെ സീസണാണെന്ന് തോന്നുന്നു, കാരണം ഇവിടെയുള്ള എല്ലാ ചെടിയിലും ഇത് നിറയെ ഉണ്ട് കേട്ടോ. ഞാൻ പിന്നെ ടെറസിൻ്റെ മണ്ടയിൽ കയറിയിട്ട് അതിന് പടർന്ന് വരാൻ വേണ്ടിയിട്ടൊരു കയറൊക്കെ കെട്ടി കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വളർന്നു വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം എനിക്ക് ആ പ്ലാന്റ് ഭയങ്കര ഇഷ്ടമാണ്. ഇതിങ്ങനെ താഴോട്ടിങ്ങനെ വളർന്ന് നിൽക്കുന്നതാണ്, നല്ല ഭംഗിയല്ലേ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് അടുത്ത പരിപാടി തുടങ്ങാലോ എന്ന് മനസ്സിൽ വിചാരിച്ചപ്പോഴത്തേക്ക് വരുന്നു ഒരു കാര്യമില്ല, അതൊരു മഴയും കാറ്റും. പക്ഷെ അധിക നേരം നിന്നില്ല. മഴ വരുന്ന കണ്ടപ്പം ഇന്നത്തെ ബാക്കി പണികൾ ചെയ്യാനുള്ള ആ ഒരു മൂഡ് അങ്ങ് പോയി, ആ ഒരു ഫ്ലോ അങ്ങ് പോയി. അതുകൊണ്ട് വേറെ പരിപാടികളൊന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് മുറ്റൊക്കെ ഒന്ന് അടിച്ച് അത്ര തന്നെ. ചെടികളൊക്കെ ഒന്ന് കണ്ടു, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ ജമന്തിയിൽ ഞാൻ അന്ന് കാണിച്ചിരുന്നില്ലേ, അതൊക്കെ പൂവായിട്ടുണ്ട് കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.